ഹലോ വാഗാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചക്കക്കുരുവും അതുപോലെ തന്നെ ഉണക്കമീൻ നങ്കിമീനും കൂടിയിട്ട് ഒന്ന് വറക്കാൻ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ആദ്യം മീനെല്ലാം തോല് കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ചക്കക്കുരുവും ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ചക്കക്കുരുവിനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇവിടെ നമ്മൾ കുക്കറിൽ ഒരു വിസിലേ വെച്ചുള്ളൂ കേട്ടോ. ചക്കക്കുരു വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ വേവിച്ച ചക്കക്കുരുവിനെ നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് അതിൻ്റെ വെള്ളമൊക്കെ വാരാൻ വേണ്ടി വെച്ചു. ഇനി നമുക്ക് മീനിനെ ഒന്ന് കഴുകിയെടുക്കണം. മീൻ നമ്മൾ വെള്ളത്തിലിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, കുറച്ച് ഒരു 5-6 ചെറിയ ഉള്ളി ചതച്ചത്, അതുപോലെ തന്നെ 5-6 ഇല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടിയിട്ട് നമ്മൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഉപ്പ് ചേർക്കരുത്, കാരണം ചക്കക്കുരു ഉപ്പിട്ടിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മീനിലും വേണ്ട ഉപ്പുണ്ട്. ഇനി ഇത് മൂന്നും കൂടിയിട്ട് നമുക്കൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് അമ്മയാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സ് ചെയ്ത സംഭവത്തിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചക്കക്കുരു ഇട്ടു. അതേപോലെ തന്നെ ആ മീനും ഇതിലേക്ക് എടുത്തിടുക. എന്നിട്ട് ഇത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ പാനിൽ തന്നെയാണ് നമ്മൾ വറക്കാൻ വേണ്ടി പോണത്. നമ്മൾ വെളിച്ചെണ്ണയാണ് ഇതിൽ ഒഴിക്കണത്. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ ആവശ്യത്തിന്, ഉപ്പേരി ഉണ്ടാക്കുന്നത് പോലെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് വറുത്തെടുക്കണത്. നല്ല കണ്ടോ, നന്നായിട്ട് തിളച്ച് നല്ല മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇതിൻ്റെ മണം തന്നെ കേട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു കിണ്ണം ചോറുണ്ണും, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചക്കക്കുരു മീനും കൂടിയിട്ടുള്ള ഫ്രൈ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. എല്ലാവരും ചെയ്ത് നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് ചോറ് ഏത് വഴിക്കാണ് പോകണമെന്നറിയില്ല, അത്ര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കൂടെ ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്